എല്ലാ ഈ 14 മെമ്പേഴ്സിനോടും വളരെ ബഹുമാനം തോന്നുന്ന ഒരു സമയമാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കാന്തല്ലൂർ പഞ്ചായത്ത് ജനിച്ചു വളർന്ന ആൾ തന്നെയാണ് ഞാൻ. എങ്കിലും ഈ ഭരണസമിതികളിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ 14 മെമ്പേഴ്സും അതുപോലെ തന്നെ ജനങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് ധൈര്യമായിട്ട് ഞാനിപ്പോൾ പറയുകയാണ്. ഇങ്ങനെ ഒരു സമിതികളെ കണ്ടെത്തിയതിന് വളരെ സന്തോഷം. എല്ലാവർക്കും വളരെ ഓൾ ദി ബെസ്റ്റ്. ഇനി പറയാനുള്ളത് വീടിനെ കുറിച്ചാണ്. ഇപ്പം എനിക്ക് ഇവിടെ ഒരു അമ്മ പറയുന്ന കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഇങ്ങനെയും ഈ ഒരു സാഹചര്യം കടന്നു പോകുന്നുണ്ടല്ലോ എന്നോർത്തൊരു സങ്കടമുണ്ട്. പക്ഷേ ഇതിലെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഭരണസമിതിയിൽ സാധാരണക്കാരാണ്, എല്ലാം പാവപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഇതിൽ കൈക്കൂലി വാങ്ങിയ മെമ്പേഴ്സ് വരെ ഉണ്ട്. അതിൽ ഇപ്പം ഞങ്ങൾ വീട് റെഡിയാക്കി തരാം, ഇപ്പം എഗ്രിമെൻ്റ് വെച്ചോ, എനിക്കറിയാം, ആളുകളെ എനിക്കറിയാം. അപ്പം ഞാൻ പറയുകയാണ്, ഇനിയും ഇതൊന്നും സംഭവിക്കരുത്. 5 സെൻറ്റും 10 സെൻറ്റുമുള്ള ആളുകൾക്ക് നിലമായിട്ടുണ്ട്. പുരയിടം ആക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും കൂടി തീരുമാനിച്ച് റെഡിയാക്കി കൊടുക്കണം. പിന്നെ എല്ലാവർക്കും വീട് വേണം. എല്ലാവരും വളരെ വിഷമിച്ച് വരുന്ന ആൾക്കാരാണ്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് പറയുകയാണ്, ഞങ്ങളുടെ ഒരു അപ്പനായിട്ട് തന്നെ മക്കളെ ചേർത്ത് പിടിക്കുന്ന പോലെ ഞങ്ങളെല്ലാവരെയും തന്നെ ചേർത്ത് പിടിച്ച് ഇനിയും ഈ ഭരണസമിതി ഈ 5 വർഷക്കാലം അടിപൊളിയായിട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.